നമസ്കാരം, ഒരിക്കൽ കൂടി വീഡിയോയിലേക്ക് സ്വാഗതം. ഇങ്ങനെയൊക്കെ പറഞ്ഞ് ചളി പഠിക്കാനൊന്നും സമയമില്ല. ആക്ച്വലി നമ്മള് അത്രയും ചൂടത്താണ് ഞാൻ ഇവിടെ ഇരിക്കുന്നത്. അപ്പൊ എല്ലാവർക്കും എന്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഉണ്ട് കേട്ടോ. ഇന്നത്തെ വീഡിയോ ഒരു കിടിലൻ വീഡിയോ ആണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു വീഡിയോ ആയിരിക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ചൂടത്തിരിക്കുന്നതുകൊണ്ട് തന്നെ ഇടയ്ക്കിടയ്ക്ക് വെള്ളം കുടിക്കും ഞാൻ. അത് നിങ്ങൾ കാര്യമാക്കണ്ട. നിങ്ങൾ ഒരു കുപ്പിയൊക്കെ എടുത്ത് വെച്ചിട്ട് വീഡിയോ കാണുക, വെള്ളം കുടിച്ചുകൊണ്ട് കണ്ടോ. വെള്ളം ഇല്ലാത്തൊരു ജീവിതം ആലോചിക്കാൻ പറ്റാത്തതാണ്. UTI പ്രശ്നങ്ങളൊക്കെ. നമ്മളെ വീഡിയോയിലൊക്കെ കിടക്കാല്ലേ, എന്തിനാ ഈ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ വലിച്ചു പറഞ്ഞാൽ നിങ്ങളെ ബോർ അടിപ്പിക്കുന്നില്ല. പിന്നെ ഒരു കാര്യം, എന്താ സ്കിന്നിന് ചെയ്യാൻ പോകുന്നതിനായിരിക്കില്ലേ. ആക്ച്വലി ഞാൻ പറഞ്ഞല്ലോ, എന്റെ സ്കിന്ന് ഭയങ്കര ഡാമേജ് ആയ പോലെയും കുറച്ച് പ്രായം പോകുന്നത് ഞാനും മറന്നുപോയി ഗൈസ്. അപ്പൊ 30 അടുക്കാനാവുമ്പോഴേക്കും നമ്മുടെ സ്കിന്നിലെ കൊളാജൻ പ്രൊഡക്ഷനും അതുപോലെ കുറച്ച് റിങ്കിൾസും കള്ളയാവാനുള്ള പരിപാടിയൊക്കെ ആവുമ്പോഴേക്കുള്ള ബുദ്ധിമുട്ടുകളൊക്കെ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ ഞാൻ വിചാരിച്ചു അത് റിലേറ്റഡ് ആയിട്ട് തന്നെ നമുക്ക് വീഡിയോ ചെയ്യാം. അങ്ങനെ ഫേസിൽ പ്രശ്നങ്ങൾ വരുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് യൂസ്ഫുൾ ആവുമല്ലോ എന്ന് വിചാരിച്ചു. ആമ്പിള്ളേർക്കും പെമ്പിള്ളേർക്കും ഒരുപോലെ ഈ വീഡിയോ കാണാം കേട്ടോ. സ്കിന്നിന് ട്രീറ്റ്മെന്റ് എടുത്തിട്ടുള്ളവരാണ്, സ്കിന്നിന് കുറെ ഡാമേജ് പറ്റിയിട്ട് എന്നെ പോലെയുള്ള അബദ്ധങ്ങൾ കാണിച്ചു കൂട്ടിയവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഭാവിയിൽ ഒരു പ്രായം പോകും തോറും നമ്മുടെ സ്കിന്നിൽ നല്ല പോലെ അകത്തേക്ക് കൊടുക്കേണ്ടതും കൊടുക്കണം, പുറത്തുനിന്ന് കൊടുക്കണം. ഇല്ലാന്നുണ്ടെങ്കിൽ വലിപ്പാവും കേട്ടോ. സ്കിന്നിന്റെ കാര്യം പറയുന്നുണ്ട്, ഒരു പോലെ വിടും. ഇത് സത്യമായ കാര്യമാണ്. അത് ഞാൻ ഇപ്പൊ റിയലൈസ് ചെയ്യുന്നുണ്ട്. സോ അതുകൊണ്ട് സ്കിന്നിന് എപ്പോഴും നല്ല ക്ലീൻ ആൻഡ് ക്ലിയർ ആയിട്ട് കെയർ ചെയ്ത് കൊണ്ടുപോകുക, അത് നല്ലതായിരിക്കും കേട്ടോ. അപ്പോഴേ നമുക്കൊരു വില ഉണ്ടാവുള്ളൂ അല്ലെ. ആർക്ക് ലവേഴ്സിന്റെ മുന്നിലും കെട്ടിയതിന്റെ മുന്നിലും അങ്ങനെയൊക്കെ വേണമെങ്കിൽ പറയാം. അപ്പൊ ഞാൻ അഹാഗ്ലോയുടെ ഒരു ഫേസ് വാഷ് കേട്ടോ. ഇതിപ്പോ കഴിഞ്ഞ കുറെ നാളുകൾക്ക് ശേഷം ഞാനിപ്പം പ്രഗ്നന്റ് ആയിരിക്കുമ്പോ നമ്മൾ ഈ AHA BHA ബേസ്ഡ് ആയിട്ടുള്ള ഒരു സാധനം യൂസ് ചെയ്യാൻ പാടില്ല. അപ്പൊ ഞാൻ ഇപ്പൊ എനിക്ക് 6 മാസം സ്റ്റാർട്ടായി. അപ്പൊ ഞാൻ ഡോക്ടറെ അടുത്ത് പറഞ്ഞു, എനിക്ക് ഫേസ് വാഷ് ഇത് യൂസ് ചെയ്യണം പറ്റുമോ എന്ന് ചോദിച്ചാൽ പറഞ്ഞു, ഫേസ് വാഷ് യൂസ് ചെയ്യാൻ നമുക്ക് ക്രീം പറ്റത്തില്ല. അതായത് ഒരു 5th മന്ത് കഴിഞ്ഞ് 6th മന്ത് ഒക്കെ ആയി, ഈ 6th 7 ഒക്കെ ആയി കഴിയുമ്പോൾ നമുക്ക് അഹാഗ്ലോ ഇതുപോലെ സാലിസിലിക് ബേസ്ഡ് ആയിട്ടുള്ള ഫേസ് വാഷ് യൂസ് ചെയ്യാം. ക്രീം യൂസ് ചെയ്യരുത് കേട്ടോ. ഫേസ് വാഷ് യൂസ് ചെയ്യാൻ പറ്റും. അത് കാരണം ഞാനിത് വാങ്ങിയിട്ടുണ്ട്. ഇതെന്താ നിങ്ങളുടെ മുന്നിൽ കാണിക്കാൻ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ സാധനം ഉണ്ടല്ലോ മക്കളെ, ഈ സാധനത്തിന്റെ പാക്കേജ് മാറിയിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഈ പഴയ സാധനം അല്ലേ കിട്ടുന്നതെന്ന് പലരും വിചാരിച്ച് പഴയ സാധനത്തിന് തപ്പി ഓടി നടക്കണ്ട. പാക്കേജ് മാറിയിട്ടുണ്ട്. ഇപ്പൊ അഹാഗ്ലോ ഫേസ് വാഷ് ഇതുപോലെയാണ് വരുന്നത് കേട്ടോ. ഈ ഒരു ഗ്ലോ, ഇതിന്റെ കാര്യം പറയേണ്ടല്ലോ, ഇത് ചെറിയൊരു മൈൽഡ് ഫീലിംഗ് തരുന്ന ഫേസ് വാഷ് ആയതുകൊണ്ട് തന്നെ നമ്മുടെ സ്കിന്നിനെ കുറച്ച് ബ്രൈറ്റ് ആക്കും. ഇത് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു സാധനമാണ്. ഫോമിംഗ് ഫേസ് വാഷ് ആണ്. ആക്നെ അല്ലെങ്കിൽ ഭയങ്കര ഓയിലി ഉള്ളവർക്ക് അടിപൊളിയാണ്. സെൻസിറ്റീവ് സ്കിന്നുകാർക്ക് ഞാൻ റെക്കമെൻഡ് ചെയ്യില്ല, ഇത് യൂസ് ചെയ്യേണ്ട, പണിയാവും. ആക്റ്റീവ് ഇൻഗ്രീഡിയന്റ് ഉള്ളത് കൊണ്ട്. മിനിമലിസ്റ്റിന്റെ പ്രൊഡക്റ്റ് ആണ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത്. ആക്ച്വലി കുറെ വർഷങ്ങളായിട്ട് മിനിമലിസ്റ്റ് ഒരു പ്രാവശ്യം യൂട്യൂബ് തുറന്നു കഴിഞ്ഞാൽ മിനിമലിസ്റ്റ് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. പക്ഷെ ആ സമയത്തൊന്നും ഞാനിത് വാങ്ങി യൂസ് ചെയ്തിട്ടില്ലായിരുന്നു കേട്ടോ. പണ്ടാറ് ഓട്ടോറിക്ഷ എന്നും ഇല്ലാത്ത പോലെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. എനിക്ക് നമ്മൾ വീഡിയോ എടുക്കുന്ന സമയത്ത് മാത്രമേ ഇതൊക്കെ വരത്തുള്ളൂ. ഇപ്പൊ ഞാൻ റീസെന്റ് ആയിട്ട് എനിക്ക് സ്കിന്നിന്റെ പ്രശ്നം മാറ്റാൻ വേണ്ടി കുറച്ച് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ളത് വാങ്ങണം. കാരണം ഈ 1000 ഒക്കെ സ്പെൻഡ് ചെയ്ത് ബഡ്ജറ്റ് കൊടുത്ത് ഇത് വാങ്ങാൻ മാത്രം ഞാൻ ആളല്ല. സോ അപ്പൊ അതുകൊണ്ട് ഞാൻ ഇതിന്റെ കൂടെ മാത്രമേ ഉള്ളൂ ഷെയർ ഇട്ടത്. ഞാൻ യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ടോ, 3 ദിവസം യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. ആക്ച്വലി അപ്പൊ ആമസോണിൽ നിന്ന് ഞാൻ മിനിമലിസ്റ്റിന്റെ ഒരു പ്രൊഡക്റ്റ് വാങ്ങി കേട്ടോ. ഇത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ആക്ച്വലി ഇതിന്റെ പാക്കേജ് പറയുകയാണെങ്കിൽ 2 കൂടിനകത്താണ് വരിക. നിങ്ങൾ മാക്സിമം ഈ 2 കൂടിനകത്ത് തന്നെ ഇട്ടിട്ട് യൂസ് ചെയ്യുന്നതാണ് നല്ലത് കേട്ടോ. ഇത് എന്താ പറയാ, കാരണം നമുക്ക് സിറോ ഒക്കെ ഇങ്ങനെ തന്നെ സേഫ് ആയിട്ട് ഇരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഒന്ന് കുപ്പി ഗ്ലാസ് പൊട്ടിപ്പോവും. അല്ലാത്തത് പറഞ്ഞാൽ ഈ വെയിലോ അല്ലെങ്കിൽ നമ്മളെ വീട്ടിലിടുന്ന ലൈറ്റ് പോലും ഇതിനകത്ത് അടിച്ച് അതിന്റെ ഒരു പവർ കളയണ്ട. മാക്സിമം ഒരു 6 മാസം 4 മാസം ഒക്കെ തന്നെ ഇത് യൂസ് ആക്കുക. അതായത് അതിൽ കൂടുതലൊന്നും ഈ സംഭവങ്ങളൊന്നും വെക്കരുത്. പാക്കേജ് അടിപൊളിയാണ് കേട്ടോ. പാക്കേജിന്റെ കാര്യം പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല. നല്ല ക്വാളിറ്റി തന്നെ ഈ ബ്രാൻഡ് പാക്കേജ് ചെയ്ത് വിട്ടിട്ടുണ്ട്. സോ നല്ലത്. അപ്പം ഇത് മിനിമലിസ്റ്റിന്റെ ഇത് പറഞ്ഞാല് മൾട്ടി പെപ്റ്റൈഡ് 10%. ഇത് ആക്ച്വലി പെപ്റ്റൈഡ്സ് അങ്ങനത്തെ ആയിരിക്കും പ്രൊണൗൺസ് ചെയ്യുന്നത്. തെറ്റുണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കുക. പെപ്റ്റൈഡ്സിന്റെ ഉപയോഗം അപ്പോഴേക്കും ഒരു കോള് വന്നു, സോറി കേട്ടോ. അപ്പം പെപ്റ്റൈഡിന്റെ ഉപയോഗം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഏജിങ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സ്കിന്നിൽ യൂസ് ചെയ്യുന്ന ഒരു സാധനമാണ്. ആക്ച്വലി എനിക്ക് പേടി ഉണ്ടായിരുന്നെങ്കിൽ ഇത് തേച്ചിട്ട് പിമ്പിളും കുന്തൊക്കെ വരുമോന്ന്. ഞാൻ പ്രഗ്നൻസി സേഫ് ആയിട്ടുള്ള സാധനം കേട്ടോ മാക്സിമം നോക്കിയത്. വിയർപ്പൊലിക്കുന്നുണ്ട്. ഇന്ന് രാവിലെ ഞാൻ സൺസ്ക്രീനൊക്കെ ഇട്ടിട്ടുള്ളൂ കേട്ടോ. വിറ്റാമിൻ സിയും സൺസ്ക്രീനും മാത്രമേ ഇട്ടിട്ടുള്ളൂ. പിന്നെ ലിപ്സ്റ്റിക്ക് ആ സാധനങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. അല്ലാതെ ഞാൻ വേറെ മേക്കപ്സ് ഒന്നും ഇട്ടിട്ടില്ല. അതാണ് ഉദ്ദേശിച്ചത്.
അപ്പൊ ഇപ്പൊ എന്താ പറയാ, ഇത്ര നാളെ വിറ്റാമിൻ സി യൂസ് ചെയ്തിട്ട് എനിക്ക് വലിയ മാറ്റങ്ങളൊന്നും തോന്നുന്നില്ല. കാരണം സ്കിന്നില് ഒരു എന്താ പറയാ, ഒരു സോഫ്റ്റ്നെസ് ഇല്ല, ഒരു റഫായിട്ടൊക്കെ തോന്നുന്നു. ഒരു യൂത്ത് ആണ് ഞാൻ, ഒരു ചെറുപ്പക്കാരിയാണ്, എന്റെ സ്കിന്നിന് പ്രായം അറിയിക്കുന്ന പോലെ എനിക്കൊരു ഫീൽ വരുന്നത്. അപ്പൊ എനിക്ക് സഹിക്കാൻ പറ്റിയില്ല. അപ്പൊ ഞാൻ വിചാരിച്ചു, ദൈവമേ ഇതെന്താ ഇപ്പൊ ഇങ്ങനെ വരുന്നത്. അപ്പൊ ഒന്ന്, നമ്മൾ പ്രഗ്നന്റ് ആണ്, നമ്മളല്ല, ഞാൻ പ്രഗ്നന്റ് ആയിട്ട് ഇരിക്കുന്ന അതൊരു റീസൺ ആണ്. കാരണം നമ്മൾ കഴിക്കുന്ന എത്ര ഫുഡ് അല്ലെങ്കിൽ എത്ര പ്രോട്ടീൻ ആണെങ്കിലും അത് കുഞ്ഞിന് കൂടുതലായിട്ട് പോകുന്നതാണ്. നമ്മുടെ ശരീരത്തെ എല്ലാം വറ്റി വരണ്ട് പണ്ടാറടങ്ങും. അപ്പൊ ഞാൻ കരുതി ഉള്ളിലോട്ട് മാത്രം ഇങ്ങനെ കൊടുത്തിട്ട് കാര്യമൊന്നുമില്ല. അപ്പൊ ഞാൻ കുറച്ചും കൂടെ ഇപ്പൊ നല്ല ഫ്രൂട്ട്സ് കാര്യങ്ങളൊക്കെ ഫുഡിൽ ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുകയാണ്. കാരണം ഡെലിവറി കഴിഞ്ഞിട്ട് അണ്ണാച്ചി പോലെ ആയിട്ട് പിന്നെ കഷ്ടപ്പെട്ടിട്ടായിരിക്കും നമ്മൾ പിന്നെ എല്ലാം ഒന്ന് സെറ്റ് ചെയ്തെടുക്കുക. അതിനു മുന്നേ തന്നെ നമ്മൾ എല്ലാ കാര്യങ്ങളും കെയർ ചെയ്യുവാണെങ്കിൽ ആ കൂട്ടത്തിൽ അങ്ങ് പോകുമല്ലോ. അപ്പൊ പ്രഗ്നന്റ് ലേഡീസ് സ്കിന്നിന്റെ കാര്യവും ബോഡിയുടെ കാര്യമൊക്കെ ഒന്ന് ഇപ്പൊ തന്നെ ശ്രദ്ധിക്കുക. പ്രസവം കഴിഞ്ഞിട്ട് പ്രസവരക്ഷ ചെയ്ത് സെറ്റ് ആക്കാന്നൊന്നും വിചാരിച്ചിരിക്കേണ്ട. അത് ഭയങ്കര സമയം എടുക്കും. നമ്മൾ തന്നെ ഒരുമാതിരി ഇതെല്ലാം ശ്രദ്ധിക്കുന്ന ആൾക്കാരാണെങ്കിൽ നമുക്ക് തന്നെ ഒരു കോൺഫിഡൻസ് കുറവായിരിക്കും. സോ അതുകൊണ്ട് ഞാൻ ഇപ്പൊ തന്നെ ശ്രദ്ധിക്കാന്ന് കരുതി. സോ അപ്പൊ അങ്ങനെ ഞാൻ ഈ പെപ്റ്റൈഡ് സിറം മേടിച്ചു കേട്ടോ. ഞാനത് 3 days ആയിട്ട് ഇത് യൂസ് ചെയ്യുന്നുണ്ട്. ആക്ച്വലി എനിക്ക് ആക്നെ ഒന്നും വരുന്നില്ല. മെയിൻ ആയിട്ട് ഇത് പ്രഗ്നൻസി ലേഡീസിന് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു സാധനം. മീൻസ് നമുക്ക് വേറെ ഈ റെറ്റിനോയിഡ് ഒന്നും ഇപ്പൊ യൂസ് ചെയ്യാൻ ഒരിക്കലും പറ്റില്ല. സോ അപ്പൊ റെറ്റിനോയിഡ് യൂസ് ചെയ്യാതെ നമുക്ക് ഈ ഒരു സാധനം ഇത് നമുക്ക് സേഫ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയതാണ്. ഇതാണ് കേട്ടോ. ഇതിന്റെ പേര് നിങ്ങൾക്ക് ഇങ്ങനെ ക്ലിയർ ആവത്തില്ലായിരിക്കും. ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കൊടുക്കാം. സത്യമല്ല, ഞാൻ കൊടുക്കാം. ഞാൻ എന്താക്കിടാം, ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. അതായിരിക്കും നിങ്ങൾക്ക് നോക്കാമല്ലോ. ഞാൻ ആമസോണിൽ നിന്ന് 599 രൂപയ്ക്കാണ് മേടിച്ചത്. സോ മിനിമലിസ്റ്റിന്റെ പ്രൊഡക്റ്റിനോട് എനിക്ക് വലിയ താല്പര്യമൊന്നുമില്ല. എന്റെ ഒരു തോന്നലായിരുന്നു അത് ഫ്ലോപ്പ് ആയിരുന്നു. പക്ഷെ എനിക്ക് അങ്ങനെ തോന്നുന്നില്ല കേട്ടോ. ഓർഡിനറി പൈസ, ആ സാധനം ബ്രാൻഡിൻ്റെത് പൈസ കൊടുത്ത് വാങ്ങാനില്ലാത്തത് കൊണ്ടാണ് ഞാൻ മിനിമലിസ്റ്റ് തന്നെ ട്രൈ ചെയ്തത്. ആക്ച്വലി ഇത് ഭയങ്കര കിടുവാണ് ഗൈസ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര കിടുവാണ്. ഇത് രാത്രിയാണ് യൂസ് ചെയ്യേണ്ടത്. രാത്രി ഫേസ് വാഷ് ചെയ്തതിന് ശേഷം നമ്മൾ ഈ സിറം അപ്ലൈ ചെയ്യുക, കിടന്നുറങ്ങുക, രാവിലെ കഴുകിക്കളയുക. സിമ്പിൾ ആണ്. ഇതിന് കൂടുതൽ ഒന്നും ഇതിൽ ചെയ്യാനില്ല. ഇതിന്റെ വേറെ ഇൻഗ്രീഡിയന്റ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് മെയിൻ ആയിട്ട് റിപ്പയർ ആൻഡ് സ്മൂത്ത് സ്കിന്ന് കിട്ടാൻ വേണ്ടിയിട്ട്, റിങ്കിൾസ്, പ്രായമാകുമ്പോൾ വരുന്ന ചുളിവുകൾ, വരകൾ, കുത്ത്, കോമ എല്ലാ സാധനങ്ങളും നീക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്നത് ആക്ച്വലി. അപ്പൊ പ്രായമാകുമ്പോൾ വരുന്നതായിട്ടുള്ള ബുദ്ധിമുട്ട് അല്ലെങ്കിൽ കുറച്ച് ഏജിങ്, കൊളാജൻ പ്രൊഡക്ഷന്റെ പ്രശ്നങ്ങളൊക്കെ വരുമ്പോഴല്ലേ, അതൊക്കെ നമുക്ക് മാറ്റി നമ്മുടെ സ്കിന്ന് സൂത്തൻ ചെയ്ത് സ്മൂത്ത് ആക്കി നല്ല ടെക്സ്ചറിൽ വെക്കും. അതിനാണ് ഈ പെപ്റ്റൈഡ്സ് യൂസ് ചെയ്യുന്നത് കേട്ടോ. അപ്പൊ പെപ്റ്റൈഡ് സിറം മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്നത് ഏജിങ് നമുക്ക് തടയാൻ വേണ്ടിയിട്ട്. ആക്ച്വലി ഈ റെറ്റിനോയിഡ് ഒക്കെ പെട്ടെന്ന് റിസൾട്ട് തരുന്നതാണ്. അതുപോലെ റിസൾട്ട് ഇത് തരുന്നുണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ റെറ്റിനോയിഡ് ക്രീം യൂസ് ചെയ്തായിരുന്നു. പക്ഷെ ഒന്നും കൂടെ അത് നമുക്ക് ഭയങ്കര ഫീലാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. പക്ഷെ ഇതിലങ്ങനെ ഫീലിംഗ് അല്ല, നല്ലപോലെ സ്മൂത്ത് ആവുന്നുണ്ട്. കുറച്ചൊന്ന് സത്യം പറഞ്ഞാൽ സ്മൂത്ത് ആയിട്ടുണ്ട് ഒരു 3 days. അപ്പൊ ഈ സാധനം ഞാൻ എടുക്കൊക്കെ എന്റെ കയ്യിൽ നിന്ന് മുന്നേ പൊട്ടിയാൽ എന്റെ 500 രൂപ 600 രൂപ വെള്ളത്തിലാവുക. അപ്പൊ അങ്ങനെ. അപ്പൊ ഇതിന്റെ ഉപകാരം അതാണ് ഗൈസ്. അപ്പം ഇതൊരു കിടിലം പ്രൊഡക്റ്റ് ആണ്. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് ഏജിങ് പോകണം അല്ലെങ്കിൽ ഏജിങ് ആയിട്ടുള്ള സ്കിന്ന്, ഏജിങ് പോകുമൊന്നുമില്ല. കാരണം എന്താന്ന് വെച്ചാൽ പ്രായമായി കഴിഞ്ഞാൽ പ്രായം കുറഞ്ഞെന്ന് വായുകൊണ്ട് പറയാന്നല്ലാതെ ഒരിക്കലും പ്രായം കുറയില്ല. പ്രായം അങ്ങ് പോകത്തേ ഉള്ളൂ. സോ അതല്ല ഞാനിവിടെ ഉദ്ദേശിച്ചത്. നമ്മളെ ഫേസ് കുറച്ച് യങ് ആയിട്ട് സ്മൂത്ത് ആയിട്ടൊക്കെ നിൽക്കാൻ തോന്നുമല്ലോ, ഉണ്ടാവണമെന്ന് തോന്നുമല്ലോ. അപ്പൊ ആമ്പിള്ളേരും പ്രായമായി വരുന്നവരുണ്ടാവും. സോ നിങ്ങൾക്ക് റിങ്കിൾസ് ഉണ്ട്, വെയിലൊക്കെ കൊണ്ട് ടാൻ അടിച്ചവരൊക്കെയാണ് എന്റെ മുഖം ഇങ്ങനെ ഒരു നല്ല കരിവാളിപ്പൊക്കെ ഇരിക്കുക എന്ന് പറയുന്നത് ഉള്ളവർക്കൊക്കെ ഇത് യൂസ് ചെയ്യാം. പക്ഷെ ഞാൻ ഇതിന്റെ കെറ്റിന് കൊടുക്കില്ല കേട്ടോ. അത് വേറെ കാര്യം. ഞാൻ വാങ്ങുന്ന ഒരു സാധനവും ഞാൻ എടുക്കാൻ സമ്മതിക്കാറില്ല. അങ്ങനെ. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. ഇന്നത്തെ ലീവാണ്, ഞാനിങ്ങനെ ആസ്വദിക്കാൻ പോവാണ്, കിടന്നുറങ്ങണം. വീഡിയോ എപ്പോഴും ഇടണമെന്നൊക്കെ ആഗ്രഹമുണ്ട്, പക്ഷെ പറ്റുന്നില്ല. പഴയ പോലെ ഒന്നും ഇങ്ങനെ ഇരുന്ന് സംസാരിക്കാൻ പറ്റുന്നില്ല. കുറെ നേരം സംസാരിക്കുമ്പോഴേക്കും വായിൽ വെള്ളം പറ്റുമ്പോഴേക്കും ഛർദ്ദിക്കാൻ തോന്നലാണ്. ഓരോ ഗർഭിണികളുടെ അവസ്ഥകളല്ലേ. നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഒന്നല്ല, നല്ല സ്ട്രഗ്ലിംഗ് ആണ്. ഈ പ്രഗ്നൻസി പീരീഡ് ഒരു സിമ്പിൾ അല്ല എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അത് സിമ്പിൾ ആയിട്ട് നമ്മൾ ചിന്തിച്ച് പോകുന്നതാണ് അതിനകത്തുള്ള ഒരു പ്രാധാന്യം. അല്ലാതെ ഒരിക്കലും അതൊരു സിമ്പിൾ ആയിട്ടുള്ള കാര്യമല്ല കേട്ടോ. ശരിക്കും നമ്മളൊരു ലൈഫ് സ്റ്റൈൽ, നമ്മുടെ ലൈഫിൽ അതൊരു നോർമലായിട്ട് നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുമ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ അതൊരു സിമ്പിൾ പ്രോസസ്സിംഗ് ആവുന്നത്. അല്ലാതെ പക്ഷം ഒരുപാട് ഹെൽത്ത് കണ്ടീഷൻ, സ്കിൻ കണ്ടീഷൻ ഒരുപാട് റിലേറ്റബിൾ ആണ്. അതിന്റെ വീഡിയോ നമുക്ക് വേറെ ചെയ്യാം. അപ്പോ
അപ്പൊ മമ്മീസ് ആവാൻ പോകുന്നവർക്ക് നല്ലൊരു സ്കിൻ ഇതാണ് ഞാൻ പറഞ്ഞു തന്നിരിക്കുന്നത്. നിങ്ങളൊന്ന് മാക്സിമം നിങ്ങൾക്ക് പൈസ ഉണ്ടെങ്കിൽ ഇതൊക്കെ ഒന്ന് വാങ്ങി ഒന്ന് നിങ്ങൾക്ക് മുഖം ഏജിങ് ആയിട്ടൊക്കെ വരുന്നുണ്ട്, എനിക്ക് കുറച്ച് സ്കിൻ സ്മൂത്തൻ ചെയ്യണം, ഒന്ന് അടിപൊളി ആവണം എന്നുള്ളവരൊക്കെയാണെങ്കിൽ നിങ്ങൾ വാങ്ങി ട്രൈ ചെയ്ത് നോക്കാനേ ഉള്ളൂ. സത്യം പറഞ്ഞത് ജെനുവിനായിട്ട് ഞാൻ ഇടുന്ന കേട്ടോ. എനിക്ക് അങ്ങനെ വാരി വലിച്ച് എന്തെങ്കിലും സൈഡ് എഫക്ട് ഉണ്ടെങ്കിൽ ഉണ്ടെന്ന് പറഞ്ഞിട്ടാണ് ഇടും. പിന്നെ ഞാൻ കുറച്ച് സാധനങ്ങൾ ഓർഡർ ചെയ്തിട്ടുണ്ട്, ഇന്ന് വരുമായിരിക്കും. ഞാൻ അതും കൂടെ യൂസ് ചെയ്തിട്ട് പറയാം. ഞാനിപ്പോ വേറൊരു വിറ്റമിൻ സി ആണ് യൂസ് ചെയ്യുന്നത്, അത് മോർണിംഗ് ആണ് യൂസ് ചെയ്യുന്നത്. പിന്നെ പിന്നെ കുരു ഉള്ളവർക്ക് ഭയങ്കര മോയ്സ്ചറൈസർ ഏതാ നല്ലതെന്ന് ചോദിക്കുന്നവരുണ്ടായിരുന്നു. ആക്നിലെസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മോയ്സ്ചറൈസർ ഉണ്ട്, അത് നല്ലതാണെന്ന് കഴിഞ്ഞ ദിവസം എൻ്റെ അടുത്ത് ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ യൂസ് ചെയ്തിട്ടില്ല, എനിക്ക് അറിയില്ല അതിനെ കുറിച്ച്, പക്ഷെ നല്ലതാണ്, പ്രഗ്നൻസി ആയിട്ടുള്ളവർക്ക് യൂസ് ചെയ്യാന്ന് പറഞ്ഞു. അപ്പൊ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. പിന്നെന്താ, പിന്നെ എല്ലാവരും സുഖമല്ലേ? എങ്ങനെയുണ്ട് നിങ്ങളുടെ ലൈഫൊക്കെ? നിങ്ങളൊന്ന് കമന്റ് ചെയ്യണം കേട്ടോ. കഷ്ടപ്പെട്ടിടുന്ന വീഡിയോ ആണ്, ഒന്ന് കമന്റ് ചെയ്തേക്ക്. ഞാൻ വിയർത്ത് കുളിച്ച് പണ്ടാറടങ്ങി, ഇനി എനിക്കിത് കൂടുതൽ നിങ്ങളുടെ അടുത്ത് ക്ഷമയില്ല സംസാരിക്കാൻ. ഗൈസ്, അപ്പൊ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് വന്ന് ചോദിച്ചാൽ മതി, ഞാൻ കറക്റ്റ് കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പൊ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇതുപോലെ മറ്റൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നവരെ നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യുക. നിങ്ങൾ വെയിറ്റ് ചെയ്യില്ലെന്ന് എനിക്കറിയാം, എന്നാലും ഞാൻ പറഞ്ഞെന്നുള്ളൂ. അപ്പോ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, 4 ആൾക്കാർക്ക് അയച്ചു കൊടുക്കുക, അത്രേ ഉള്ളൂ. അപ്പൊ എല്ലാവരും ടേക്ക് കെയർ, ബൈ.